Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്ന് ദീപാവലിയാണ്. നമ്മൾ സാധാരണ ദീപാവലിക്ക് ധാരാളം സ്വീറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പണ്ട് തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതാണ് അവിൽ നനച്ചത്. ഇതെന്റെ അമ്മൂമ്മയുടെ റെസിപ്പിയാണ്, അതായത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പം അമ്മൂമ്മ സാധാരണ ദീപാവലിയുടെ ഒക്കെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അവിൽ നനച്ച് ഉണ്ടാക്കി കൊടുത്തു വിടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി കാണിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരു ഹാപ്പി ദീപാവലി വിഷ് ചെയ്യുന്നു. അപ്പോൾ അവിൽ നനയ്ക്കാനായിട്ട് നമുക്ക് 250 ഗ്രാം ഇതുപോലെ തിന്നായിട്ടുള്ള അവിൽ എടുക്കാം. 250 ഗ്രാം അവിലിന് ഒരു മീഡിയം സൈസ് തേങ്ങ ഇതുപോലെ ചിരണ്ടി നമുക്ക് എടുക്കാം. തേങ്ങ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ചിരണ്ടി എടുക്കണം. തേങ്ങ ചിരണ്ടിയത് നമുക്ക് അവിലിനൊപ്പം ചേർത്ത് കൊടുക്കാം. ദീപാവലിക്ക് നമ്മൾ സാധാരണ പല ടൈപ്പിലുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ്സ് തീർച്ചയായിട്ടും ഈ അവിൽ നനച്ചത് തന്നെയാണ്. അതാണ് ഞാൻ ഈ റെസിപ്പി തന്നെ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് തേങ്ങയും അവിലും കൂടി നല്ലവണ്ണം കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, അതായത് ഞെരടി എടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങ ചിരണ്ടിയതിലുള്ള ഈർപ്പം ഈ അവിലിലേക്ക് ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ അവിൽ മാറും. അപ്പോൾ ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ ഞെരടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ നമ്മുടെ അവില് ഇതുപോലെ നമ്മൾ തേങ്ങയുടെ ഒപ്പം ചേർത്ത് നല്ലവണ്ണം ഞെരടി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ അവില്. ഇതിൻ്റെ ഒപ്പം കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് അവില് നനച്ച് എളുപ്പം തയ്യാറാക്കി എടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. പക്ഷെ ദീപാവലിക്ക് ഉണ്ടാക്കുന്ന അവില് നനച്ചത് നമ്മൾ ശർക്കര ഉപയോഗിച്ചാണ് വിളയിച്ചെടുക്കുന്നത്. ഞാനിവിടെ 300 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഗ്യാസിൽ വെച്ച് അലിയിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 250 ഗ്രാം അവിലിന് 300 ഗ്രാം ശർക്കരയും ഒരു തേങ്ങയുമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ശർക്കര അലിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഉരുകി നല്ലവണ്ണം വെള്ളത്തിൻ്റെ ഒപ്പം അലിഞ്ഞ് ചേരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റിപ്പോയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ എനിക്കിവിടെ 1/2 ഗ്ലാസ് വെള്ളം മതിയായിരുന്നു ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ശർക്കര ഇവിടെ അലിഞ്ഞ് വെള്ളത്തിൻ്റെ ഒപ്പം ചേർന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ അവില് നനയ്ക്കാൻ പോകുന്നത് ഒരു ഉരുളിയിലാണ്. ഉരുളി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുവേച്ചിൻ പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പില്ലേ, ചെറുവേച്ചിൻ പരിപ്പ്, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുവേച്ചിൻ പരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ അഥവാ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഈ ചെറുവേച്ചിൻ പരിപ്പും ഈ എള്ളൊക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു വാസന വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് മൂത്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് എള്ളും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ഒരുക്കിയെടുത്ത ശർക്കര
ഈ ഉരുളിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കരയിൽ കല്ലോ ചെറിയ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇങ്ങനെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര ആദ്യം മറ്റൊരു പാത്രത്തിൽ നമ്മൾ ഉരുക്കിയെടുത്തത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ശർക്കര പാനി ഒരു നൂൽ പാകമാകുന്നതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ശർക്കര വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ കയ്യിൽ പതുക്കെ ഒട്ടാൻ തുടങ്ങും. അപ്പോൾ അതാണ് പാകം. ഒരു നൂൽ പാകം ആകണ്ട, ഇങ്ങനെ നൂല് പോലെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആകണ്ട. അതിന് തൊട്ട് മുൻപ് കയ്യിൽ ഇങ്ങനെ ഒട്ടാൻ തുടങ്ങുന്ന ഭാഗമാകുമ്പോൾ നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയ്ക്ക് ചൂടുണ്ടാകും, എന്നാലും പതുക്കെ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 6 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെ ഒപ്പം ഏലക്കായ കൂടി ചേർത്ത് കഴിയുമ്പോൾ വളരെ നല്ലൊരു മണം വരും. ഇപ്പോൾ ശർക്കര എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിലും തേങ്ങയും കൂടെ ഉള്ള മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ശർക്കര എത്തുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുവേറ്റും പരിപ്പും എള്ളിൻ്റെയും കൂടെ ഉള്ള മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഈ നെയ്യും കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അവിൽ നനച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പം പ്രിപ്പയർ ചെയ്ത് മക്കൾക്ക് കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് എല്ലാവരും കണ്ടല്ലോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. പലരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്തേക്കുന്നത്. ഇത് 3 ദിവസം വരെ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.